ഇവനും ഇവൻ്റെ ഫ്രണ്ടും കൂടെ കൺവീനിയൻസ് സ്റ്റോറിലിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻ പെട്ടെന്ന് പൈനാപ്പിളിൻ്റെ ഏതോ ഒരു ഫുഡ് കഴിക്കിയപ്പോഴത്തേക്കും അവനത് തടയുന്നുണ്ട്. കാരണം ഈ ഫ്രണ്ടിനറിയാം അവന് പൈനാപ്പിൾ അലർജി ആണെന്നുള്ള കാര്യം. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനു ഫുഡ് തട്ടിയിട്ടേന്നൊക്കെ ചോദിച്ചിട്ട് അവൻ വേറൊരു പൈനാപ്പിൾ പുഡിങ് എടുത്ത് കഴിക്കുകയാണ്. അത് കഴിച്ച് കഴിയപ്പോഴത്തേക്കും അവന് ത്രോട്ടിലൊക്കെ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാവുകയാണ്. അവന് ബ്രീത്തിങ് ഒക്കെ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഡിഫിക്കൽട്ട് വരികയാണ്. ആ ഇറിറ്റേഷൻ കൊണ്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്ന് എനിക്ക് പോകാനായിട്ട് നോക്കുമ്പോഴത്തേക്കും അവൻ കാല് തട്ടി ഫ്ലോറിലേക്ക് വീഴുന്നുണ്ട്. ഫ്ലോറിൽ വീഴുന്ന കൊണ്ട് തന്നെ അവൻ ബ്രീത്തിങ് എടുക്കാനൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ടും വല്ലാത്ത രീതിയിൽ പാനിക്കാവുകയാണ്. ഇവനിങ്ങനെ ബ്രീത്ത് എടുക്കുന്നത് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണം അവനെ. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇവന് വേറൊരാളുടെ സോളാണ് ഇവൻ്റെ ബോഡിയിലുള്ളത്. അപ്പോൾ ആ സോളിനെ അറിയില്ല ഇവനിങ്ങനെ പൈനാപ്പിൾ അലർജി ആണെന്നുള്ള കാര്യമൊക്കെ. പക്ഷേ അവൻ്റെ ഫ്രണ്ടിന് മനസ്സിലാവും ഇവൻ്റെ ബോഡിയിൽ വേറെ ആളാണ് ഉള്ളതെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് പൈനാപ്പിൾ കഴിക്കരുതെന്ന് അവൻ നേരത്തെ ഈ ഡ്രാമ കണ്ടിട്ടുള്ളവർക്ക് ഇതിൻ്റെ പ്ലോട്ട് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ഇവന് ഹോസ്പിറ്റലിൽ നിന്ന് ബോധം വരുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് എനിക്ക് എന്ത് പറ്റിയെന്ന്. അപ്പോൾ ഇവൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട് ഈ ഹൂണിന് പൈനാപ്പിൾ അലർജി ആണെന്നുള്ള കാര്യം. അപ്പോൾ നീ എന്ത് എൻ്റെ അടുത്ത് നേരത്തെ പറയാത്തത്, എന്നെ കൊല്ലാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴവൻ പറയാണ് നിങ്ങൾ സ്വയം എടുത്ത് കഴിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവൻ്റെ ബോഡിയിൽ വേറൊരാളുടെ ആത്മാവാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവന് ഇതുപോലെ അലർജിയുള്ള കാര്യമൊന്നും അവൻ അറിയാതെയാണ് അവൻ ഈ പൈനാപ്പിൾ കഴിക്കുന്നതും. ഇവൻ തടയുന്നുണ്ടെങ്കിലും അവനത് കേൾക്കാതെയാണ് ഇത് കഴിക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.